ആയിരങ്ങൾ മുടക്കേണ്ട വെറും 299 രൂപയ്ക്ക് 10 ലക്ഷത്തിൻ്റെ അപകട ഇൻഷുറൻസ് നേടൂ. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഇന്ന് തന്നെ പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കൂ. നമസ്കാരം, ഞാൻ അഭിലാഷ് ജി നായർ. ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ജീവിതം അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതാണ്. അപകടങ്ങൾ ആർക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഒരു ദിവസം പത്രമെടുത്ത് നോക്കിയാൽ തന്നെ ഒരുപാട് അപകട വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും. അപകടത്തിലുണ്ടാകുന്ന മരണത്തോളം തന്നെ ഭീതിതമാണ് അപകടത്തിൽ പരിക്കേറ്റാൽ ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്ന ഭീമമായ ആശുപത്രി ചിലവ്. അപകടത്തെ തുടർന്ന് ഒന്നിനും കഴിയാതെ നിസ്സഹായരായി നമ്മൾ ആശുപത്രി കിടക്കയിൽ കഴിയുമ്പോൾ നമ്മുടെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ നമ്മുടെ ബന്ധുക്കളും പ്രിയപ്പെട്ടവരും എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടാവും. ഒരുപക്ഷെ അപ്പോഴായിരിക്കും ജീവിതത്തിൽ ആദ്യമായി നമ്മൾ ആലോചിക്കുന്നത്, എനിക്കും ഒരു അപകട ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന്. അപകടങ്ങൾ ഉണ്ടാകുന്നത് നമ്മളാരും ആസൂത്രണം ചെയ്തിട്ടല്ല. എന്നാൽ അപകടത്തെ തുടർന്നുണ്ടാകുന്ന ആശുപത്രി ചെലവ് മാനേജ് ചെയ്യുന്നതിൽ അപകട ഇൻഷുറൻസുകൾക്ക് വളരെ വലിയ പങ്ക് നിർവഹിക്കാനാവും. അപകട ഇൻഷുറൻസ് എടുക്കണമെന്നും ഒരപകടമുണ്ടായാൽ ആരുടെയും മുമ്പിൽ കൈ നീട്ടാതെ തന്നെ ചികിത്സാ ചെലവ് നടത്തണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഒട്ടുമിക്ക പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളും സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളും അപകട ഇൻഷുറൻസ് പോളിസിയുടെ പ്രീമിയമായി ആയിരങ്ങളാണ് ആവശ്യപ്പെടുന്നത്. കുറഞ്ഞ വരുമാനമുള്ള സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തുകയായിരിക്കും ഈ ഇൻഷുറൻസ് കമ്പനികൾ പ്രീമിയമായി ആവശ്യപ്പെടുന്നത്. ആ തുക കേൾക്കുമ്പോൾ തന്നെ സാധാരണക്കാർ ആ പദ്ധതി ഉപേക്ഷിക്കും. കുറഞ്ഞ ചെലവിൽ ഒരുപാട് മെച്ചങ്ങളുള്ള ഒരു അപകട ഇൻഷുറൻസ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുമായാണ് ഇന്ന് ഈ എപ്പിസോഡുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഒരു വർഷം 299 രൂപ മുടക്കിയാൽ, വെറും 299 രൂപ മുടക്കിയാൽ 10 ലക്ഷത്തിൻ്റെ അപകട ഇൻഷുറൻസ് ലഭിക്കുന്ന പദ്ധതി ഇന്ത്യൻ തപാൽ വകുപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ആക്സിഡൻറ്റ് ഗാർഡ് പോളിസി എന്ന പേരിൽ തപാൽ വകുപ്പിൻ്റെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കാണ് ഈ ഇൻഷുറൻസ് പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. ടാറ്റ AIG ഇൻഷുറൻസുമായി സഹകരിച്ചാണ് വളരെ ചെലവ് കുറഞ്ഞതും എന്നാൽ ഒരുപാട് മെച്ചങ്ങളുള്ളതുമായ ഈ അപകട ഇൻഷുറൻസ് പദ്ധതി തപാൽ വകുപ്പ് അവതരിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഇൻഷുറൻസ് പദ്ധതിയുടെ വിശദാംശങ്ങൾ എന്ന് നോക്കാം. 18നും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാൻ സാധിക്കുക. 1 വർഷമാണ് പോളിസിയുടെ കാലാവധി. ഇതിനുശേഷം പോളിസി പുതുക്കാം. പദ്ധതിയിൽ ചേരുന്നതിനായി ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് ആവശ്യമാണ്. തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്നോ പോസ്റ്റ്മാൻ, പോസ്റ്റ് വുമൺ വഴിയോ ഇൻഷുറൻസ് പോളിസിയിൽ ചേരാം. എന്തൊക്കെയാണ് ഈ ഇൻഷുറൻസ് പദ്ധതിയുടെ വിശദാംശങ്ങൾ? 1 വർഷമാണ് പോളിസി കാലയളവ് എന്ന് പറഞ്ഞല്ലോ. പോളിസി കാലയളവിൽ ഉണ്ടാകുന്ന അപകട മരണങ്ങൾ, അപകടത്തെ തുടർന്നുണ്ടായ ശാരീരിക വൈകല്യങ്ങൾ എന്നിവയ്ക്ക് 10 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ലഭിക്കും. ഇതോടൊപ്പം ആശുപത്രി ചെലവിനും മരണാനന്തര കർമ്മങ്ങൾക്കും ഇൻഷുറൻസിൽ നിന്ന് പണം ലഭിക്കും. 299 രൂപയുടെ ബേസിക് പോളിസി, 399 രൂപയുടെ പ്രീമിയം പോളിസി എന്നിങ്ങനെ 2 പോളിസികൾ തപാൽ വകുപ്പിൽ നിന്ന് ലഭിക്കും. എന്തൊക്കെയാണ് ഈ ഓരോ പോളിസികളുടെയും നേട്ടങ്ങൾ? അപകടത്തെ തുടർന്നുണ്ടാകുന്ന മരണങ്ങൾ, സ്ഥിരമായ പൂർണ്ണവൈകല്യം, സ്ഥിരമായ ഭാഗിക വൈകല്യം, അവയവഛേദം, തളർവാദം എന്നീ സാഹചര്യങ്ങളിൽ പരമാവധി പരിരക്ഷയായ 10 ലക്ഷം രൂപ വരെ ലഭിക്കും. ആശുപത്രി ചെലവിന് പരമാവധി 60,000 രൂപ വരെയാണ് പോളിസി ഉടമയ്ക്ക് ലഭിക്കുക. യഥാർത്ഥ ചെലവ് ഇതിനേക്കാൾ കുറവാണെങ്കിൽ ആ തുക അനുവദിക്കും. അപകടം മൂലം കിടത്തി ചികിത്സ ആവശ്യമായി വന്നാൽ 60,000 രൂപ വരെയും, കിടത്തി ചികിത്സ ആവശ്യമില്ലാത്ത സാഹചര്യത്തിൽ 30,000 രൂപ വരെയും ലഭിക്കും. 299 രൂപയുടെ പോളിസിയിലും 399 രൂപയുടെ പ്രീമിയം പോളിസിയിലും ഈ പറഞ്ഞ ആനുകൂല്യങ്ങൾ പൊതുവായി ലഭിക്കും. ഇനി എന്തൊക്കെയാണ് 399 രൂപയുടെ പ്രീമിയം പോളിസിയിൽ അധികമായി ലഭിക്കുക? 399 രൂപയുടെ പ്രീമിയം പോളിസിയിൽ ചേരുകയാണെങ്കിൽ അധിക നേട്ടങ്ങളുണ്ട്. 399 രൂപയുടെ പോളിസിയിൽ ചേരുകയാണെങ്കിൽ ഇൻ ഹോസ്പിറ്റൽ ഡെയിലി ക്യാഷ് എന്ന പേരിൽ 10 ദിവസത്തേക്ക് ആശുപത്രിയിലെ ദിവസ ചെലവിനായി 1000 രൂപ വീതം ലഭിക്കും. അപകട മരണം സംഭവിക്കുന്ന ഘട്ടത്തിൽ സംസ്കാര ചടങ്ങുകൾക്കായി 5000 രൂപ വരെ ലഭിക്കും. ആശുപത്രിയിൽ കഴിയുന്ന പോളിസി ഉടമയെ കാണുന്നതിനായി കുടുംബാംഗങ്ങളുടെ യാത്രാ ചെലവിനായി 25,000 രൂപ വരെ ലഭിക്കും. യഥാർത്ഥ ചെലവ് ഇതിൽ കുറവായാൽ ആ തുക ലഭിക്കും. പോളിസി ഉടമയുടെ 2 മക്കളുടെ വിദ്യാഭ്യാസ ചെലവിനുള്ള പരിരക്ഷയും പോളിസിയിൽ നിന്ന് ലഭിക്കും. 1 ലക്ഷം രൂപ വരെയോ അല്ലെങ്കിൽ യഥാർത്ഥ ചിലവോ ഏതാണ് കുറവ്, ഇതനുസരിച്ചാണ് ആനുകൂല്യം ലഭിക്കുക. ഇനി ഏതൊക്കെ സാഹചര്യത്തിലാണ് ഈ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാതെ വരുന്നത്? ആത്മഹത്യ, സൈനിക സേവനങ്ങൾ, യുദ്ധം, നിയമവിരുദ്ധമായ പ്രവൃത്തി, അപകടകരമായ കായിക വിനോദങ്ങൾ എന്നിവയിലൂടെയുള്ള അപകടം എന്നിവയ്ക്ക് ഈ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല. ബാക്ടീരിയ അണുബാധ,
രോഗങ്ങൾ, എയ്ഡ്സ് എന്നിവ വഴിയുണ്ടാകുന്ന മരണങ്ങൾക്കും പരിരക്ഷ ലഭിക്കില്ല. പ്രീമിയം ഇനത്തിൽ വളരെ വലിയ തുക ചെലവഴിക്കാൻ കഴിയാത്ത സാധാരണക്കാർക്ക് പോലും പ്രാപ്യമായ ഒരു അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് തപാൽ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഗ്രൂപ്പ് ആക്സിഡന്റ് ഗാർഡ് പോളിസി എന്ന പേരിലുള്ള ഈ പോളിസിയെക്കുറിച്ചുള്ള, ഈ അപകട ഇൻഷുറൻസ് പോളിസിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഫിനാൻഷ്യൽ ഗൈഡ് ഇന്ന് നിങ്ങളുമായി പങ്കുവച്ചത്. ഈ അപകട ഇൻഷുറൻസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരും ഈ ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരും നിങ്ങളുടെ നാട്ടിലുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടുക. മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.